ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണേ. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ വിശേഷമുണ്ട്. ചെറിയ വിശേഷമല്ല, കുറച്ച് വലിയ വിശേഷം. അപ്പോൾ ആ വിശേഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ. അതൊരു ഞണ്ട് തോരൻ വെക്കുന്ന വീഡിയോ ആണേ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പയുടെ വീട്ടിലാണ് ഇത്. അപ്പയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ, അപ്പച്ചി എന്നുള്ളത് ഞാൻ ചെറുതിലെ തൊട്ടേ അപ്പ എന്ന് വിളിച്ച് അങ്ങനെ ശീലിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് അപ്പയെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ഞണ്ട് തോരൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ട് പിടിച്ചതാണ്. അങ്ങനെ അപ്പോൾ അവിടെ കുറച്ച് വിശേഷങ്ങളും ഉണ്ട്. പിന്നെ അപ്പയുടെ മരുമോന് വന്നിട്ടുണ്ട്. അവൻ കണ്ണൻ ഗൾഫിലാണേ. അവൻ 10 ദിവസത്തെ ലീവിന് വന്നത്. അപ്പോൾ പിന്നെ 2 ദിവസം കഴിയുമ്പോൾ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് കുറച്ച് പിക്കിളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഫിഷ് പിക്കിളും പിന്നെ ബീഫ് പിക്കിളും ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പണികൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ ഞണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളും ഞണ്ട് തോരൻ ഉണ്ടാക്കുന്നതും ഒക്കെ. അപ്പോൾ ഒരു ജഗപുക പണി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുറത്ത് അടുപ്പ് കത്തിക്കുന്നുണ്ട്. അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മീൻ പൊരിക്കാനും ബീഫ് പൊരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളത്. ആ സമയത്ത് അപ്പ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കിച്ചണിൽ തന്നെ ഉരുളി വെച്ച് പിന്നെ കടുവൊക്കെ പൊട്ടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഉരുളി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഞങ്ങൾ ഉപയോഗിച്ചത്, നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട്, കാരണം നാടൻ കറിയാണല്ലോ, അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കടുവിട്ട് പൊട്ടിച്ചു. ഇത്രയും ചെയ്തു. എന്നിട്ട് അതൊന്ന് വഴണ്ടു വന്നപ്പോഴത്തേന് അതിനകത്തേക്ക് സവോള അരിഞ്ഞതും കൂടെ ചേർത്തു. ഇത് സവോളയല്ല സത്യം പറഞ്ഞാൽ ചേർക്കുന്നത്, കുറച്ചും കൂടെ ടേസ്റ്റ് ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ്. പക്ഷേ ഇന്ന് കുറച്ച് ജഗപുക പണികളുള്ളത് കൊണ്ട് അത്രയും പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല. അപ്പോൾ പിന്നെ സവോള ഇട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കാത്തിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു, കുറച്ച് ഉപ്പും ചേർത്തു. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആദ്യമേ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് വരും കുറച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതേമാതിരി നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ചേർക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്നും കൂടെ ഇട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ കഴുകി വെച്ചേക്കുന്ന ഞണ്ട് ഇതിനകത്തേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഈ ഞണ്ട് ഇടുമ്പോൾ തന്നെ ഇട്ട് കുറച്ച് കഴിഞ്ഞൊന്ന് അടച്ച് വെച്ചിട്ട് എടുക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നത്. ഞണ്ടിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഞണ്ട് കറി വെക്കുമ്പോൾ എങ്ങനെ തോരൻ വെച്ചാലും എന്ത് ചെയ്താലും നല്ല മണം വരും അതിൻ്റെ. ഇനി ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ അതൊരു ഇഷ്ടമില്ലാത്ത മണമാവാം. പക്ഷേ ഈ ഞണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള മണമാണ്. അപ്പയാണെങ്കിലോ ഇതൊന്നും കഴിക്കൂല. അപ്പയ്ക്ക് ഇങ്ങനെയുള്ള ഞണ്ട്, പിന്നെ വലിയ മീനുകൾ, ഇറച്ചി, ചിക്കൻ ഇതൊന്നും കഴിക്കത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഞങ്ങളൊക്കെ നാട്ടിൽ പോയത് പിന്നെ അപ്പയുടെ മോളുടെ കൊച്ചിൻ്റെ പേരിടിയിൽ ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മരുമോനും ഞങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് പേര്, ഞങ്ങൾ ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ ആൾക്കാരെയൊന്നും വിളിച്ചിട്ടില്ല. ചെറിയൊരു ഫങ്ഷനായിട്ട് നടത്തിയിരുന്നു.
നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്ത് കഴിച്ച് ഇതായിട്ട് ഇടയ്ക്ക് നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്ന് തിന്നാനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ അതുമല്ല അവർ പണ്ട് നമുക്ക് ഉണ്ടാക്കി തന്ന ആ രുചി ഇപ്പോഴും നമ്മുടെ വായിലുണ്ടാവുമല്ലോ. അതൊക്കെ കഴിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു കൊതിയും ഒരു ഒരു സുഖം അപ്പോൾ അത് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഈ പിന്നെ ഞണ്ട് വേവിച്ചു. ആ ഞണ്ട് വെന്ത് കഴിഞ്ഞ് അതിന് ശേഷം തേങ്ങ തിരുവിയിട്ട് അതിനകത്ത് പിന്നെ അതൊന്ന് ചതച്ചെടുക്കും. തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഈ കറിയിലേക്ക് തട്ടിയിട്ട് നന്നായിട്ട് വറ്റിച്ചിട്ട് എടുക്കും. ഒന്നും കൂടെ അപ്പോൾ അടച്ചു വെക്കും. എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചിട്ട് ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കറി തന്നെ ആയിരിക്കും. ഇപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള പഴയ കറികളൊന്നും ആരും അങ്ങനെ ഉണ്ടാക്കുന്നില്ല. കാരണം എല്ലാവരും റോസ്റ്റ്, ഞണ്ട് റോസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും കൂടുതലും ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഓരോ കാലം കഴിയുന്തോറും ടേസ്റ്റുകൾ മാറി മാറി വരികയാണല്ലോ. അപ്പോൾ അങ്ങനെ. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്, നല്ല മണമൊക്കെയാണ്. ഇതിപ്പോൾ ചൂര ഉണ്ടല്ലോ, വെള്ളച്ചൂര, കേതളെന്ന് ഞങ്ങൾ ഇവിടെയൊക്കെ പറയും അത്. അപ്പം ആ ചൂര മേടിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് അത് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അപ്പം അപ്പയുടെ മരുമോന് അവന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ പണിത്തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ മീനച്ചാറായാലും ബീഫ് അച്ചാറായാലും ഒക്കെ അങ്ങനെയുള്ള അച്ചാറുകൾക്കൊക്കെ നല്ല കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കുറച്ച് കൂടുതൽ നിൽക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ വേറൊന്നുമില്ല, ഈ പിന്നെ മീനിൻ്റെ കഷ്ണത്തിനകത്ത് കുറച്ച് ഉപ്പ് മാത്രം തടവിയിട്ട് അത് പൊരിച്ചെടുക്കണം നന്നായിട്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഞണ്ട് കറി പഴയ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ അതൊന്ന് എല്ലാവരും അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.